ഹലോ! ഈ ഒരു ബീഫിൻ്റെ പെരട്ടലുണ്ടല്ലോ, ഇതൊരു ഒന്നൊന്നര പെരട്ടലാണ്. ഇപ്പം ഇത് പെരട്ടണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കസിൻ്റെ വൈഫ് ദുബായിക്ക് പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചാച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, "എടീ ഒരു 3 കിലോ ബീഫ് വാങ്ങിയിട്ട് നല്ലപോലെ വരട്ടിയെടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുത്തയക്കാൻ കേട്ടോ." അപ്പോൾ രാവിലെ തന്നെ പപ്പ പോയി ബീഫൊക്കെ വാങ്ങി നല്ലപോലെ വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വാഴയിലൊക്കെ വെട്ടി അത് നല്ലപോലെ വാട്ടിയെടുത്ത് അതിൻ്റെ പുകമയൊക്കെ തുടച്ച് നീക്കിയിട്ട് വേണം അതിലേക്ക് ഇടാൻ കേട്ടോ. നമ്മുടെ പപ്പയുടെ മോൻ തന്നെയാണ് പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ബീഫ് കാര്യങ്ങളൊക്കെ ദാ വാഴയിലേക്ക് ഇട്ടിട്ട് സെറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് പൊതിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ പ്രവാസികൾ ഏത് രാജ്യത്തുള്ള പ്രവാസികളായാലും അവർക്ക് ഏറ്റവും കൂടുതൽ കൊതി തോന്നുന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഭാര്യയോ അമ്മയോ അച്ഛനോ ആരുണ്ടാക്കിയതായാലും സ്വന്തം വീട്ടിൽ നിന്ന് അവരുടെ സ്നേഹിക്കുന്നവരുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന കുറച്ച് ഫുഡ് ഉണ്ടല്ലോ, അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനും അപ്പുറം വേറെ കൊതി ഉണ്ടാവില്ല ഏതൊരു പ്രവാസീനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും. കാരണം ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഏത് രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. എന്ത് ഫുഡ് വേണോ അതൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടാക്കി തരുന്ന അവരുടെ ആ കൈകൊണ്ട് ഉണ്ടാക്കി തരുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും എവിടെയും കിട്ടില്ല. ഇപ്പോൾ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും കിട്ടാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുത്തയക്കണതിന് വേറൊരു രുചിയായിരിക്കും. ഇത് അംഗീകരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പ്രവാസികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ എൻ്റെ അച്ഛനും കൊതി തോന്നിയിട്ട് സ്നേഹത്തോടു കൂടി കുറച്ചധികം സ്നേഹമൊക്കെ കലർത്തിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ ഇത് കൊടുത്തു വിടാൻ പോവാണ്. അപ്പോൾ റാപ്പ് ചെയ്യാൻ പോലും ഏതപ്പനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അവരും അത് എൻജോയ് ചെയ്യാണ് കേട്ടോ. അപ്പം ഞാനിനി ഇത് കൊടുത്തിട്ട് വരാം. കൊടുത്ത് ചാച്ചന് കിട്ടിയതിനുള്ള ശേഷമുള്ള വീഡിയോ നമുക്ക് അടുത്തത് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.